ഹേ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നെന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ്. കാരണം ഇന്ന് എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ്. സോ ജൂൺ 15th ആണ് ഇന്ന്. സോ ഞാനിപ്പോൾ ഗിഫ്റ്റ് ഷോപ്പിൽ വന്നിരിക്കുകയാണ്. കുറച്ചൊന്ന് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ഗൈസ്. സോ അവൾ ഏകദേശം എൻ്റെ അടുത്ത് കുറേ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ വാങ്ങിക്കാനായിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് അപ്പോൾ നമ്മൾ നാളെയാണ് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം നാളെ അച്ഛൻ പാലക്കാട് നിന്ന് വരികയാണ്. സോ അപ്പോൾ ഫാമിലിയായിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ പ്ലാനിങ് കാര്യങ്ങളൊന്നും അവൾക്ക് അറിയത്തില്ല. സോ അതൊക്കെ നമ്മൾ നാളെ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക, സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ. സോ ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ശ്രുതി, ഹാപ്പി ബർത്ത്ഡേ ടു ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം ഏകദേശം 10:30 ആയി. അപ്പോൾ ഇന്നാണ് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ജൂൺ 15th ആണ് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ നമ്മളിന്ന് 16th നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അച്ഛൻ നാട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു സെലിബ്രേഷൻ നമുക്ക് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷമായാലും അതിന് മുന്നത്തെ വർഷം എല്ലാ വർഷവും നമ്മൾ പാലക്കാട് നിന്നാണ് സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. സോ അവിടെ എന്ന് പറയുമ്പോൾ നമ്മളറിയാവുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യും. ഫ്രണ്ട്സായിട്ട് ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോവും. വീട് ഫുള്ളും സെലിബ്രേഷൻ മൂഡിലായിരിക്കും. സോ ഈ വർഷത്തെ ബർത്ത്ഡേക്ക് ഞാൻ പറഞ്ഞു കേക്ക് പോലും ഞാൻ വേണ്ടെന്നാണ് പറഞ്ഞത്. കാരണം വീട്ടിൽ ഞാൻ വിചാരിച്ചു അച്ഛൻ വരില്ല, നമ്മൾ 3 പേരല്ലേ ഉണ്ടാവുള്ളൂ. സോ ഒരു കേക്ക് വാങ്ങി വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു കേക്കിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അമ്മ കേക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. സോ അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ വലിയ രീതിയിൽ നമ്മൾ മുമ്പ് ചെയ്യുന്ന പോലെ ബലൂൺസും കാര്യങ്ങളും ഡെക്കറേഷനൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്നൊരു ബർത്ത്ഡേ വ്ളോഗാണ് ഗൈസ്. സോ കണ്ട് എൻജോയ് ചെയ്യൂ. സോ ഗൈസ് അങ്ങനെ ഗൈസ് ഏതാനും കുറച്ച് നിമിഷം കൊണ്ട് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. സോ വെസ്റ്റർഡേ നമുക്കറിയാമല്ലോ, നമ്മൾ ഇന്നലെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് വീട്ടിൽ നിന്ന് വെച്ചിട്ടുണ്ട്. സോ ഇതായിരിക്കും ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല. ഓക്കെ, സോ നമുക്ക് കേക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്കതൊക്കെ കൊടുക്കാം. സോ ഒരുപാട് ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ കൊടുക്കുന്നത് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നറിയില്ല. ഓക്കെ, സോ ഐ എം സൂപ്പർ എക്സൈറ്റഡ് ടു. സോ അവൾ കുറേ ആയിട്ട് ആഗ്രഹിച്ചൊരു സംഭവമാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. സോ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് ഞാൻ കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ ഗൈസ്, സോ നമ്മൾ കേക്ക് വന്നിട്ട് ഓപ്പോസിറ്റുള്ള വീട്ടിലാണ് കൊടുത്തു വെച്ചിരിക്കുന്നത്. സോ എന്നാലും ഞാനും അനിയത്തിയും കൂടി 2 പേരും കൂടിയിട്ടാണ് കേക്ക് വാങ്ങിക്കാനായിട്ട് പോയത് ഗൈസ്. സോ വേറെ വഴിയില്ല, എന്ത് ചെയ്യുക, സർപ്രൈസ് ആയിട്ടൊന്നും കേക്ക് വാങ്ങിക്കാനായിട്ട് പറ്റിയില്ല. ഒന്നാമത് ട്രിവാൻഡ്രത്ത് നമുക്ക് സ്ഥലങ്ങളൊന്നും അറിയില്ല, കേക്ക് ഷോപ്സും കാര്യങ്ങളൊക്കെ. സോ അതുകൊണ്ട് തന്നെ അവളെ അറിയിക്കേണ്ടി വന്നു. സോ നമ്മൾ 2 പേരും കൂടി പോയിട്ട് അവൾക്ക് ഇഷ്ടപ്പെടുന്നൊരു ഫ്ലേവറിൽ നല്ലൊരു കേക്കാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ കുറച്ച് കഥകളൊക്കെ ഉണ്ട്, നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന സെഷനൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാം. സോ അതാണ് കാര്യം. സോ ഇപ്പോൾ നമുക്ക് കുറേ നേരം ഇവിടെ നിന്ന് സംസാരിച്ച് അവളും പെട്ടെന്ന് വരും. സോ നമുക്ക് ആദ്യം അവിടെ പോയിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. സോ കം ഓൺ ഗൈസ്. അങ്ങനെ നമ്മളുടെ ബർത്ത്ഡേ കേക്ക് ഇതാണ്. സോ ഇതിൽ ഞാനും ചേച്ചിയും കൂടിയിട്ടാണ് കേക്ക് വാങ്ങിക്കാൻ പോയത്. പക്ഷെ പേര് എഴുതുന്ന സമയത്ത് ഞാൻ അടുത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ലിറ്റിൽ പ്രിൻസസ് എന്നൊക്കെയാണ് ഗൈസ് എഴുതിയിരിക്കുന്നത്. മുമ്പൊക്കെ ബബ്ലൂന്ന് എന്നും ഞങ്ങൾ കേക്കിൽ എഴുതാറുള്ളൂ. സോ ഇത് ചേച്ചിയുടെ പ്ലാനാണ് ലിറ്റിൽ പ്രിൻസസ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്ന ചടങ്ങിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ ചേച്ചി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് ക്ഷണിക്കാം. കൊള്ളാം.
അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷനിലോട്ടേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഐശ്വര്യപൂർവ്വം കേക്ക് അങ്ങനെ കട്ട് ചെയ്തോളൂ. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ശ്രുതി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ക്ലാപ്പ് അടിച്ചൂടെ? അപ്പോൾ ഗൈസ് ഞാനങ്ങനെ പോയിട്ട് വാങ്ങട്ടെ. അപ്പോൾ ഗൈസ് കേക്ക് അങ്ങനെ മുറിച്ച് കഴിഞ്ഞു. സോ അപ്പോൾ ഞാൻ അങ്ങോട്ട് കൊടുക്കട്ടെ. ഓക്കെ, ആക്ച്വലി ഈ ഒരു കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. നമ്മൾ അട്ടക്കുളങ്ങര കേക്ക് ഫാക്ടറി അവിടെ നിന്നാണ് നമ്മൾ കേക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നല്ലൊരു കേക്കായിരുന്നു. ആക്ച്വലി നമ്മൾ പോയപ്പോൾ തന്നെ അവർ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ കയ്യിലുള്ള ½ kg കേക്കും 1 kg കേക്കൊക്കെ, പിന്നെ അതാണ് അമ്പലത്തറ അല്ലേ. സോ അമ്പലത്തറയിലുള്ള ഒരു കേക്ക് ഷോപ്പിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ, ആട്ടക്കുളങ്ങര അല്ല. സോറി ഫോർ ദ മിസ്റ്റേക്ക്. സോ ആദ്യം തന്നെ നമ്മൾ പോയപ്പോൾ 1 kg ½ kg ഏതൊക്കെ ഫ്ലേവേഴ്സ് ഉണ്ട് എല്ലാ കാര്യങ്ങളും അവർ എക്സ്പ്ലെയിൻ ചെയ്തു. സോ നമുക്ക് ഇഷ്ടപ്പെട്ടതാണ് നമ്മൾ വാങ്ങിച്ചത്. സോ ½ kg ആണ് വാങ്ങിച്ചത്, കാരണം വീട്ടിലധികം ആൾക്കാരില്ലല്ലോ. സോ നമ്മൾ ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു 1 kg ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനെ കേക്ക് മുറിച്ച് കഴിഞ്ഞു ഗൈസ്. സോ ഈ ഒരു തൊപ്പിക്കൊക്കെ ഒരു കഥയുണ്ട്, അതെന്താണെന്നറിയോ? ഫ്രീ ആയിട്ട് കിട്ടിയതാണെന്നല്ലേ അല്ലേ? അതുപോലെ ക്യാൻറ്റീനും കിട്ടിയായിരുന്നു, പക്ഷെ ക്യാൻറ്റീൻ വെച്ചില്ല. അവർ എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു പിന്നെ ഫ്രീ ആയിട്ട് തന്നാണ്, തൊപ്പിയും തന്നു, അതുപോലെ തന്നെ ക്യാൻഡിലും തന്നു. സോ ക്യാൻഡിൽ പ്രാവശ്യം വെച്ചില്ല, നമ്മൾ ജസ്റ്റ് കേക്ക് കട്ട് ചെയ്തു ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെലിബ്രേഷൻ. ഹൗ ഈസ് ഇറ്റ്? അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ കേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പോവാണ്. നമ്മൾ ഓപ്പോസിറ്റ് താമസിക്കുന്ന ആൻറ്റിയും കൂടി വന്നിട്ടുണ്ട്, സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അവരും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് മുറിച്ച് എല്ലാവർക്കും ഒരു പീസ് കഴിക്കാം. അപ്പോൾ ആ ചടങ്ങിലോട്ടേക്ക് പോവാം. അപ്പോൾ ഞാൻ എൻ്റെ ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ച ഗിഫ്റ്റ് ഞാൻ കൊടുക്കാനായിട്ട് പോവുകയാണ്. സോ വലിയൊരു ക്യാരി ബാഗിലാണ് ഗൈസ്, വലിയൊരു സഞ്ചിയിലാണ് ഗൈസ് ഇട്ട് തന്നിരിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് കൊടുക്കാം. അപ്പോൾ അവൾ കേക്ക് ഓപ്പോസിറ്റ് വീട്ടിൽ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് കൊടുത്തേക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. സോ അപ്പോൾ എൻ്റെ കയ്യിൽ ഗിഫ്റ്റ് ഉണ്ട്, ഞാൻ എടുത്ത് അപ്പോൾ പോയിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, നമുക്ക് റിയാക്ഷൻ കാണാം. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഗിഫ്റ്റ് വാങ്ങാനൊന്നും പൈസ ഇല്ല, അപ്പം അതുകൊണ്ട് ഞാനൊന്നും വാങ്ങിച്ചില്ല എന്നൊക്കെ വേണ്ടി കള്ളം പറഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നു. സോ നമുക്ക് കൊടുക്കാം. ഓക്കെ, കം ഓൺ. സോ ഗൈസ്, മൈ ഗിഫ്റ്റ്. അറിയോ ഗൈസ്? എന്തായിരിക്കുന്നു ഗസ് ഉണ്ടാ? അറിയില്ല. ആദ്യം ചെറുതെന്ന് സ്റ്റാർട്ട് ചെയ്യും, അത് 2 പുറത്തെടുക്ക്. വാച്ചാണ്. ഗെസ് ചെയ്തത് കറക്റ്റാണ്. താങ്ക് യു. വെൽക്കം ഗൈസ്. ഞാൻ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് അമ്മയുടെ ഒരു 2-3 വാച്ച് ഉണ്ടായിരുന്നു, അതിന് ഞാൻ മാറി കെട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ താങ്ക് യു. നല്ല ഭംഗിയുണ്ട്, ബ്ലാക്ക് ആകുമ്പോൾ എല്ലാത്തിൻ്റെ കൂടെ ചേരുകയും ചെയ്യും. അപ്പം നമുക്ക് വലിയ സാധനം പൊട്ടിക്കാം ഗൈസ്.
അത് ബുക്കുന്നുണ്ട്, മിക്കവാറും ടെഡി ബിയർ ആവാനാ ചാൻസ്. എനിക്കറിയാം ഗൈസ്, മൈ ഫേവറേറ്റ്. താങ്ക്സ്. വെൽക്കം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഗിഫ്റ്റ്. ഞാൻ 2 വാങ്ങിച്ചത്. സോ ഞാനൊരു ടെഡി ബിയറും അതേപോലെ തന്നെ ഒരു വാച്ചാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സോ സാധാരണ ഇവിടെ എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ എല്ലാ ഷോപ്പിൽ പോണ സമയത്ത് ഈ ടെഡി ബിയർ കണ്ടുവച്ചാൽ വലിയ ടെഡി ബിയർ കാണുമ്പോൾ വേഗം പോയിട്ട് ഇത് വാങ്ങണം പറഞ്ഞിട്ട് കുറേ ആയിട്ട് പറയും. അപ്പോൾ ഞാൻ ശരി നമ്മൾ പിന്നെ ബർത്ത്ഡേ വരെയല്ലേ, എന്നാൽ പിന്നെ നമുക്ക് പൈസയൊക്കെ ചേർത്ത് വെച്ചിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതിന് സംഭവം വിലയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. കാണുന്ന പോലെയല്ല, പുള്ളിക്കാരൻ കുറച്ച് ഡിമാൻഡുള്ള ആളാണ്. സോ ഏകദേശം കുറച്ച് നല്ല ഹൈറ്റിൽ നല്ല ഒരു തടിയൊക്കെ ഉള്ള നല്ല ചബ്ബിയായിട്ടുള്ള ഒരു ടെഡി ബിയറാണ് ഞാൻ വാങ്ങിച്ചത്. സോ അതിൽ എസ്പെഷ്യലി എഴുതിയിട്ടുണ്ടായിരുന്നു ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ആക്ച്വലി ഞാൻ വിചാരിച്ച പോലെ എല്ലാം സെറ്റായപ്പോൾ ഞാനൊരു വാച്ചോ. വെൽക്കം. സോ അപ്പോൾ ഇതാണ് എൻ്റെ ഗിഫ്റ്റ്. സോ നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം കുറേ ആയി ഞാൻ ഈ ഒരു ഗിഫ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടെഡി ബിയേഴ്സും. വലിയ എൻ്റെ വീട്ടിലൊരു ടെഡി ബിയർ ഉണ്ട്. അത് ചേച്ചിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. എൻ്റെ കാര്യം പറയുന്നത് അത് ഇപ്പോഴടക്കം ഞാൻ അതിനെ കെട്ടിപ്പിടിച്ച് തന്നെ കിടക്കാറുള്ളൂ എൻ്റെ പാലക്കാട് ആ വീട്ടിൽ പോയാൽ. സോ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, പിന്നെ വാച്ചും പിന്നെ ഞാൻ കണ്ടുവച്ചായിരുന്നു. നമ്മളത് ഡെയിലി യൂസ് ആവും. സോ എനിക്ക് യൂസ് ചെയ്യാൻ തന്നെ കൊടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഒന്നാമത് 15th സെലിബ്രേഷൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഏകദേശം ഇവർക്ക് ഏത് തരം ഗിഫ്റ്റൊക്കെ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. സോ എനിക്ക് എന്നും റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കാണ്ട് നമ്മൾ കൊടുക്കുന്നത് കുറച്ച് സ്പെഷ്യലായിരിക്കണം. സോ ഇറ്റ് ഷുഡ് ബി റിമെമ്പേർഡ് എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു ആരും കൊടുക്കാത്തത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. സോ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ടെഡി ബിയർ ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. അതേപോലെ തന്നെ വാച്ചും ഫസ്റ്റ് ടൈം ആയിട്ടാണ് കൊടുക്കുന്നത്. സോ അപ്പോൾ ഇഷ്ടപ്പെട്ട പോലെ തന്നെ നമ്മൾ കൊടുത്ത് ആഗ്രഹം നിറവേറ്റി അല്ലേ. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേ കൊളാക്കിയാൽ എൻ്റെ ബർത്ത്ഡേ ചേച്ചി കൊളാക്കാറില്ല. സോ എപ്പോഴും അവൾക്ക് കുറച്ച് ക്രിയേറ്റീവ് മൈൻഡ് കൂടുതലാണ്. എനിക്കത് കുറച്ച് കമ്മിയാണ്. എനിക്ക് ചെയ്യണമെന്നുണ്ടാവും, പക്ഷെ അതിനനുസരിച്ചുള്ള ഐഡിയ കിട്ടില്ല. പക്ഷെ ചേച്ചിക്ക് അത് അറിയില്ല, ജന്മനെ കിട്ടിയതാ തോന്നുള്ളൂ. എപ്പോഴും എൻ്റെ ബർത്ത്ഡേക്ക് എപ്പോഴും സർപ്രൈസ് തരും. സോ ഇത് ഞാൻ അൺഎക്സ്പെക്റ്റഡ്. താങ്ക് യു. ഞാൻ കുറേ കുഞ്ഞു ഗിഫ്റ്റ്സ് അവിടെ വലിയ ഒരു പൊതി അങ്ങനെയായിരിക്കും ഞാൻ വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ ബുക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ടെഡി ബിയർ ആയിരിക്കുമെന്ന്. സോ ആദ്യം ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം എല്ലാം നോക്കിയപ്പോൾ നല്ല വില കഴിച്ച് ഈ കാണുന്ന സാധനങ്ങൾക്കൊക്കെ നല്ല വിലയാണ്. അപ്പോൾ ശരി, ഇപ്പം എന്തായാലും ഇനി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് സോ ഞാൻ വാങ്ങിച്ചു. ആക്ച്വലി കാണുന്ന പോലെയല്ല, നല്ലൊരു സോഫ്റ്റ്നെസ് ആണ് ഇത് തൊടുന്ന സമയത്ത്. സോ ഞാൻ ആക്ച്വലി അത് വാങ്ങുന്ന സമയത്ത് തന്നെ കുറേ നേരം എടുത്ത് വെച്ച് നടക്കാറ്. സോ എല്ലാവരും എന്നെ നോക്കിയ പോലെ വാച്ചിന് നിറയെ കോംപ്ലിമെൻറ്റ്സ് ഉണ്ടായിരുന്നു. സോ നമ്മൾ വാങ്ങിച്ച സമയത്ത് കുറേ പേര് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. സോ വാച്ചിനെ കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു. സോ ഞാൻ അതന്നെ സെലക്ട് ചെയ്ത് അപ്പം അങ്ങനെ ഫുൾഫില്ലായി. ആക്ച്വലി പാലക്കാടിലാണെങ്കിൽ ഇതിനേക്കാളും ഗംഭീരമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. കസിൻസൊക്കെ ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വിളിച്ച് വരുത്തി ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാക്കിയിട്ടുണ്ടാവും ഗൈസ്. ഇന്നലെ അടക്കം കോൾ ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ട് അഖിലേഷും പ്രശാന്തി ഇവരൊക്കെ പറഞ്ഞായിരുന്നു നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അടിപൊളിയാക്കായിരുന്നു. മുമ്പ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് കേക്കൊക്കെ കട്ട് ചെയ്തത്. ഞങ്ങൾക്ക് അങ്ങനത്തെ കുറേ മെമ്മറീസ് ഒക്കെ ഉണ്ട്. സോ ഇപ്രാവശ്യം നമുക്ക് ഒരുമിക്കാൻ പറ്റിയില്ല. അവർ കുറേ സാഡ് സ്റ്റോറീസ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. സോ എല്ലാത്ത മിസ്സിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അവൾക്ക് കിട്ടിയ ഓരോ ഗിഫ്റ്റ്സ് നമുക്ക് കാണാം. ഓക്കെ, ഓരോന്നായി കാണിച്ചു തരാം. ഗൈസ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്നലെ എൻ്റെ ഫ്രണ്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവൾ വീട്ടിലേക്ക് വരും, എനിക്കൊരു ഗിഫ്റ്റ് തരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. മോർണിംഗ് എന്നെ അവൾ വിളിച്ചിട്ട് പറഞ്ഞു ബർത്ത്ഡേ ഇല്ല, എന്താണ് പ്ലാൻ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, വീട്ടിൽ കടന്നുറങ്ങും, ഇതിൻ്റെ പ്ലാനേ പറഞ്ഞു. വീട്ടിൽ ആരും ഇല്ല പറഞ്ഞു. കാരണം ചേച്ചിയും പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, അമ്മയും പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേട്ടി ഞാൻ വീട്ടിലേക്ക് വരാം, ഒരു ഉച്ചയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ വന്നു. സോ എനിക്ക് വേണ്ടി ഈ ഒരു റിങ് അവൾ തന്നതാണ്. സോ വെള്ളിയാണ് ഗൈസ്. അവളുടെ റിലേറ്റീവിന് അങ്ങനത്തെ ഒരു ഷോപ്പുണ്ട്. സോ അപ്പോൾ അവൾ എനിക്ക് വേണ്ടി പോയി പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് എൻ്റെ കയ്യിലാണ് ഗൈസ് ഇട്ട് തന്നത്. സോ എനിക്ക് ഭയങ്കര സർപ്രൈസായി. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ട്രിവാൻഡ്രത്ത് വന്നിട്ട്
അപ്പോൾ എൻ്റെ വീട് തേടി വന്ന് എനിക്ക് ഒരാളെ ഗിഫ്റ്റ് തരുന്നു പറഞ്ഞാൽ അത് ഫസ്റ്റ് ടൈമാണ്. സോ പ്രിയ എന്നാണ് പേര്. പിന്നെ എനിക്ക് ഈ ഒരു ബ്രേസ്ലെറ്റ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് രണ്ടും ഒരാളാണ് ഗൈസ് തന്നത്. ഒരു ലോക്കറ്റുള്ള എനിക്ക് മാല ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ ലോക്കറ്റാണ് ഗൈസ്. ഒരു എന്താ പറയുക, പ്രത്യേകിച്ച് ഹാർട്ടിൻ ഷേപ്പും ആണ്. ഒരു സ്പെഷ്യൽ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ മാലയുടെ ഒരു പ്രത്യേകം ഇഷ്ടമാണ്. സോ അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ്. പിന്നെ ചേച്ചിയുടെ ഗിഫ്റ്റ്സ് എനിക്ക് ടെഡ്ഡി ബിയർ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതേപോലെ തന്നെ വാച്ച്. പക്ഷെ ടെഡ്ഡി ബിയർ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. വെൽക്കം. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് അവൾക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പരിപാടി ചോദിച്ചാൽ നത്തിങ് സ്പെഷ്യൽ ഗൈസ്. സോ നമ്മൾ വിചാരിച്ചൊന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് അല്ലെങ്കിൽ ഒന്നിങ്ങനെ ഔട്ടിംഗ് ഒക്കെ പോകാമെന്ന് വിചാരിച്ചു. ബട്ട് എന്താ പറയുക, ഇത് നമുക്ക് അസോസിയേഷൻ്റെ ഒരു പരിപാടി ഉണ്ട്. സോ അത് നമ്മളൊരു വ്ളോഗായിട്ട് ഇടുന്നതായിരിക്കും. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് ഇവിടുത്തെ ട്രിവാൻഡ്രത്തെ അസോസിയേഷൻ പരിപാടി ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആക്ച്വലി ഇവിടെ വന്നിട്ട് ഒരു രണ്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. സെമി ക്ലാസിക്കൽ പെർഫോമൻസ് ഉണ്ട് ഗൈസ്. സോ എൻ്റെ വക പ്രെയർ സോങ് ഉണ്ട് ഗൈസ്. എൻ്റെ അമ്മ ഞാൻ അതായത് ആങ്കർ ചെയ്യാനും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ പോയിട്ട് എന്തെങ്കിലും പറയാനൊക്കെ കുഴപ്പമില്ല. ഭയങ്കര ഇതാണ്, ഞാൻ സംസാരിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പാട്ട് എന്താണെന്ന് അറിയില്ല ഗൈസ്. ഒന്നാമത് ഞാൻ കർണാട്ടിക് മ്യൂസിക്കൊക്കെ 8 years ഒക്കെ പഠിച്ച ആളാണ്. എങ്കിലും കുറച്ച് ഗ്യാപ്പ് വിട്ട് കർണാട്ടിക് മ്യൂസിക് പഠിച്ചാണ്. സോ 8 years ഒക്കെ നമ്മൾ പഠിച്ച്. പക്ഷെ എന്നാലും സ്റ്റേജ് കയറി പാടാൻ ഭയങ്കര ഫിയറാണ് കേസ്. കാരണം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇടറി പോയി വെച്ച് നമുക്കിനി കോൺഫിഡൻസ് ലോ ആവും. സോ എന്തായിരുന്നാലും നമ്മളതൊക്കെ എന്താ പറയുക, ഓവർകം ചെയ്യാനേ പറ്റുള്ളൂ അല്ലേ. സോ അതുകൊണ്ട് നമ്മളെ കൊണ്ട് ഏൽപ്പിച്ച കാര്യം നല്ല രീതിക്ക് ചെയ്ത് തീർക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളത് കൊണ്ട് സോ ടുഡേ ഈവനിങ് ഏകദേശം ഒരു 5:30 ആകുമ്പോൾ നമ്മൾ അവിടെ നിൽക്കണം. സോ ഇവിടെ പെർഫോമൻസ് ഉണ്ട്, ഡാൻസ്, എൻ്റെ മ്യൂസിക്കൽ പെർഫോമൻസ് ഉണ്ട് ഗൈസ്. സോ അതൊക്കെയാണ് കാര്യങ്ങൾ. സോ ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാറ് വേറെ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. സോ അതുകൊണ്ട് അപ്പോൾ എന്താണ്, എന്തെങ്കിലും പറയാനുണ്ടോ? ആർ യു ഹാപ്പി? ഹാപ്പി. പിന്നെ എനിക്ക് കുറേ ആൾക്കാർ ഇൻസ്റ്റയിൽ വന്നിട്ട് വിഷസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാന്ന് പോലും അറിയില്ല, പക്ഷെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ താങ്ക് യു എല്ലാവർക്കും. വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ അപ്പോൾ പിന്നെ ഗൈസ് ബൈ.